നമസ്കാരം. KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന വർഗീയ സംഘർഷങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച അറിയിപ്പ് ഇതുവരെയും ലഭ്യമായിട്ടില്ലെന്ന് ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും KCN ന്യൂസിനോട്. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കാവലാളാകാം എന്ന സന്ദേശമുയർത്തി കാസർഗോഡ് ഉപ്പുമരച്ചുവട്ടിൽ വനിതാ കൂട്ടായ്മ. കേരള മഹിളാ സംഘം സംഘടിപ്പിച്ച വനിതാ കൂട്ടായ്മയിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം. കരാർ മേഖലയിലെ പ്രതിസന്ധികൾ ഉന്നയിച്ച് PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. കേരള കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിൽ പ്രതിഷേധം ശക്തം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നീലേശ്വരത്ത് തർബിയത്തുൽ ഇസ്ലാം സഭ പ്രതിഷേധ ധർണ നടത്തി. പള്ളിയോടനുബന്ധിച്ചുള്ള കെട്ടിടവും ഖബർസ്ഥാനവും നഷ്ടപ്പെടാത്ത വിധം ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. കാഞ്ഞങ്ങാടിനെ ആവേശഭരിതമാക്കിയ K7 ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി. അത്യന്തം ആവേശം മലയടിച്ച സമാപന മത്സരത്തിൽ മെട്ടമ്മൽ പ്രദേശ് ജേതാക്കളായി. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന വർഗീയ സംഘർഷങ്ങളും കൊലപാതക കേസുകളും സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇതുവരെയും ലഭ്യമായിട്ടില്ലെന്ന് ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും KCN ന്യൂസിനോട് പറഞ്ഞു. ജില്ലയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വർഗീയ സംഘർഷങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ അധികൃതരോട് ആവശ്യപ്പെട്ടത്. പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് 5 വർഷമായി ജില്ലയിലുണ്ടായ സംഘർഷങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കണക്ക് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും ന്യൂനപക്ഷ കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട്. കോടതിയിൽ തീർപ്പാക്കിയ കേസുകൾ, ശിക്ഷിച്ച കേസുകൾ, നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ളവ എന്നിവ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളാണ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ഓരോ കേസുകൾ സംബന്ധിച്ചും വർഷങ്ങൾ തിരിച്ചുള്ള റിപ്പോർട്ടും നൽകണം. ന്യൂനപക്ഷ കമ്മീഷൻ ആക്ടിലെ 12ാം വകുപ്പ് പ്രകാരമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് സംബന്ധിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെയും ലഭ്യമായിട്ടില്ലെന്ന് ജില്ലാ കലക്ടർ ജീവൻ ബാബു KCN ന്യൂസിനോട് പറഞ്ഞു. പ്രകാരം റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് തേടിയതായിട്ട് എനിക്ക് ഇതുവരെ പേപ്പറുകളോ ഔദ്യോഗികമായിട്ടുള്ള രേഖകളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ കളക്ടറുടെ അടുത്ത് നിന്ന് SP യുടെ അടുത്ത് റിപ്പോർട്ട് മേടിച്ചെന്ന് ഞാൻ പേപ്പർ വായിച്ച അറിവ് മാത്രമേ എനിക്കുള്ളൂ. ജില്ലയുടെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഏത് നീക്കത്തെയും ചെറുക്കുമെന്നും അത്തരം സംഘർഷങ്ങളിൽ പങ്കാളികളാകുന്നവർക്കെതിരെ ദയാദാക്ഷിണ്യമില്ലാതെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി KG സൈമൺ വ്യക്തമാക്കി. അതേസമയം ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ട വിവരം ഇതുവരെയും അറിഞ്ഞിട്ടില്ലെന്ന് KG സൈമൺ KCN ന്യൂസിനോട് പറഞ്ഞു. റിപ്പോർട്ട് സാറിന് മിക്കവാറും ചോദിക്കാറുണ്ട്. പല സിറ്റുവേഷൻസ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വക എടുക്കാറുണ്ട്, അല്ലാതെ എടുക്കാറുണ്ട്. പക്ഷേ ഇതെന്ത് വന്നിട്ടില്ല ഞങ്ങൾക്കില്ല. അത് വലിയ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊന്നും അല്ല. റിപ്പോർട്ട് സ്റ്റാറ്റിക്സ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണമല്ലോ. ഈ ഒരു ഒരുമ തന്നെ ഭാവിയിലുണ്ടെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ പോലീസ് കുറച്ച് വിജിലൻ്റാണ്. മംഗലാപുരത്തു നിന്നുള്ള ആൾക്കാർ ലിസ്റ്റുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മംഗലാപുരം പോലീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ അകത്തൊരു ഭാവി എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് വളരെ ശക്തമായ രീതിയിൽ നടപടിയായിരിക്കും ഉണ്ടാകുന്നത്. അല്ലാതെ ഇതുപോലെ ആയിരിക്കില്ല. അത് വളരെ വളരെ ശക്തമായ രീതിയിൽ നടപടി ഉണ്ടായിരിക്കും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാൽ അത് ഹാജരാക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്നും വർഗീയ സംഘർഷങ്ങൾ ചെറുക്കാൻ കടുത്ത നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നുമാണ് ഇത് സംബന്ധിച്ച് കലക്ടറുടെയും പോലീസ് മേധാവിയുടെയും വാദം. എന്നാൽ അടുത്തിടെയുണ്ടായ റിയാസ് മൗലവി കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കടുത്ത നടപടികളാണ് സ്വീകരിച്ചത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തിരുന്നു. തുടർന്ന് വർഗീയ ചുവയുള്ള സന്ദേശങ്ങൾ അയക്കുന്നവരെ കണ്ടെത്തുക എന്ന ദൗത്യവും പോലീസ് ഏറ്റെടുത്തു. ഇതിന്റെ ഭാഗമായി വാട്സാപ്പും മറ്റു സോഷ്യൽ മീഡിയ സന്ദേശങ്ങളും നിരീക്ഷിക്കുക തുടങ്ങി കർശനമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചത്. ജില്ലയിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ സിറ്റിംഗ് 20-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നമുക്ക് കാവലാളാകാം എന്ന സന്ദേശവുമായി കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാസർഗോഡ് ഉപ്പുമരച്ചുവട്ടിൽ നടന്ന പരിപാടി CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നമുക്ക് കാവലാളാകാം എന്ന സന്ദേശമുയർത്തി കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാസർഗോഡ് ഒപ്പുമരച്ചുവട്ടിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും എതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങൾക്കെതിരെ ഒരുപാട്
സമരങ്ങളും വിവിധ രൂപത്തിലുള്ള പ്രതിഷേധ പരിപാടികളും കഴിഞ്ഞ ഒരുപാട് നാളുകളായി സംഘടിപ്പിച്ചു വരുന്നതാണ്. ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ തടയാൻ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുമുണ്ട്. എല്ലാ നിയമങ്ങളും നിലനിൽക്കുമ്പോഴും ആ നിയമങ്ങളെ എല്ലാം ലംഘിച്ചുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. കേരള മഹിളാ സംഘം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിപാടിയിൽ എം ഹസ്നാർ, അഡ്വക്കേറ്റ് മാലതി, അഡ്വക്കേറ്റ് ബീന രത്നാകരൻ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, രേഖ പൈവളികെ, മാധവി കെ, മീനാക്ഷി ടീച്ചർ, മിനി പി തുടങ്ങിയവർ നേതൃത്വം നൽകി. അവകാശ ലംഘനത്തിനെതിരെ കേരള കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച്. PWD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മൊയ്തീൻകുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു. കരാറുകാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പവർ ഓഫ് അറ്റോർണി നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് കേരള കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അവകാശ ലംഘനത്തിനെതിരെ സംഘടിപ്പിച്ച മാർച്ച് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മൊയ്തീൻകുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു. അത് വേണ്ടത്ര മുൻകരുതലും ചർച്ചയും കൂടാതെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിനോട് കൂടി അത് നിർത്തലായി അറിയിച്ചതായി അറിയുന്നു. അതിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമുണ്ട്. അത് വിശദമായ ഒരു ചർച്ചകൾ നടത്തി അതിൻ്റെ വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും വേണ്ടത്ര മനസ്സിലാക്കി അതിനുള്ള ഒരു നിയമ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് തരണം. ജില്ലാ പ്രസിഡന്റ് TK നസീർ അധ്യക്ഷത വഹിച്ചു. ബേർ കെ അബ്ദുള്ള കുഞ്ഞി, CA അബ്ദുള്ള, മാർക്ക് മുഹമ്മദ് കുഞ്ഞി, MA നാസർ, ഷെരീഫ്, മൊയ്തു ചാപ്പാടി തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയപാത വികസനം. നീലേശ്വരത്ത് തർബിയത്തുൽ ഇസ്ലാം സഭ പ്രതിഷേധ ധർണ നടത്തി. പള്ളിയുടെ അധീനതയിലുള്ള കെട്ടിടവും ഖബർസ്ഥാനവും നഷ്ടപ്പെടാത്ത വിധം ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ തർബിയത്തുൽ ഇസ്ലാം സഭ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ നീലേശ്വരം ഖാസി EK മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അത് അമ്മാതിരിയുള്ള കോഴിക്കോടും കൊച്ചിയിലും മദ്രാസിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ എന്താണ് അതിനേക്കാൾ വലിയ വിശാലമായ ടൗണുകൾ വരാൻ പോവുകയാണ്. അതിനെല്ലാം വിശാലമായ ടൗൺ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇമാതിരിയുള്ളതായ പാലങ്ങൾ പോലത്തെ എന്താണ് നിർമ്മിച്ചുകൊണ്ട് അത് ആ മതസ്ഥാപനത്തിനോ മറ്റുള്ള എന്താണ് ഏത് മതമായാലും തിരക്കേടില്ല. ജമാഅത്ത് പ്രസിഡന്റ് C ഹംസ ഹാജി അധ്യക്ഷത വഹിച്ചു. മഹമ്മൂദ് ജിലാനി ബാഗവി, അബൂബക്കർ സിദ്ദിഖ് ബാഗവി എന്നിവർ സംസാരിച്ചു. ദേശീയപാത വികസനം നടക്കുമ്പോൾ ജമാഅത്തിന്റെ അധീനതയിലുള്ള 45ഓളം കടമുറികളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഖബർസ്ഥാനവും നഷ്ടപ്പെടും എന്നതാണ് അവസ്ഥ. ഇത് മയ്യത്ത് പരിപാലനത്തെയും സംസ്കരണത്തെയും ബാധിക്കും. നീലേശ്വരം ജമാഅത്ത് പള്ളിയടക്കം 3 പള്ളികളും മദ്രസ പഠനം, ദർസ്, സാധു സംരക്ഷണം എന്നിവയും ജമാഅത്തിന്റെ കീഴിലാണ്. കടവാടക ഇനത്തിൽ ലഭിക്കുന്ന തുക കൊണ്ടാണ് ഇതെല്ലാം കഷ്ടിച്ച് നടത്തിപ്പോരുന്നത്. അതുകൊണ്ട് ഖബർസ്ഥാനവും കെട്ടിടവും നഷ്ടപ്പെടാത്ത രീതിയിൽ പരിഹാരമായി ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്നാണ് ആവശ്യം. പ്രതിഷേധ ധർണയ്ക്ക് പുറമെ ഒപ്പുശേഖരണവും നടത്തിയിരുന്നു. P സുബൈർ ഹാജി സ്വാഗതവും CH ശംസുദ്ദീൻ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാടിനെ ആവേശ തിരമാലയിൽ ആറാടിച്ച് K7 സോക്കർ ഫുട്ബോൾ ടൂർണമെന്റിന് സമാപന മത്സരത്തിൽ മെട്ടമ്മൽ ബ്രദേഴ്സ് ജേതാക്കളായി. DYFAയുടെ നേതൃത്വത്തിലാണ് K7 സോക്കർ ഫുട്ബോൾ ടൂർണമെന്റ് നടന്നത്. 15 ദിവസങ്ങളിലായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് വെച്ചാണ് ടൂർണമെന്റ് നടന്നത്. ഫൈനൽ മത്സരത്തിൽ FC അരയാൽ അതിഞ്ഞാലിനു വേണ്ടി കളിച്ച ഹിറ്റാച്ചി തൃക്കരിപ്പൂരിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് മെട്ടമ്മൽ ബ്രദേഴ്സ് ചാമ്പ്യന്മാരായത്. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ നിറഞ്ഞ ഗാലറി ഫൈനൽ മത്സരത്തിന് കൂടുതൽ ആവേശം പകർന്നു. മെട്ടമ്മൽ ബ്രദേഴ്സ് ആണ് ആദ്യം ഗോൾ വല ചലിപ്പിച്ചത്. കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് മെട്ടമ്മൽ രണ്ടാമത്തെ ഗോളും അടിച്ചു. രണ്ടാം പകുതിയിലാണ് ഹിറ്റാച്ചിയുടെ ഗോൾ നേട്ടം. 2 ആഴ്ച നീണ്ട മത്സരത്തിൽ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി ഗാന, ഐവറി കോസ്റ്റ്, നൈജീരിയ, ലൈബീരിയ തുടങ്ങിയ രാജ്യത്തെ കളിക്കാർ കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ ജേഴ്സി അണിഞ്ഞു. ഫൈനൽ പോരാട്ടത്തിനിറങ്ങിയ കളിക്കാരെ P കരുണാകരൻ MP, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, DYFA ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ, പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത്, സംഘാടക സമിതി ചെയർമാൻ M പൊക്ലൻ എന്നിവർ പരിചയപ്പെട്ടു. ടൂർണമെന്റിലെ മികച്ച ടീമായി ബ്രദേഴ്സ് ഇല്യാസ് നഗറിനെയും
ഏറ്റവും നല്ല കളിക്കാരനായി ഹിറ്റാച്ചി തൃക്കരിപ്പൂരിന്റെ ഫോർച്യൂണിനെയും തെരഞ്ഞെടുത്തു. പൊതുവിദ്യാഭ്യാസം ഹൈടെക് ആക്കുമ്പോൾ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി ICD പരിശീലനത്തിന് തുടക്കമായി. UP വിഭാഗം അധ്യാപകർക്കായുള്ള 4 ദിവസത്തെ ICD പരിശീലനത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു. കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച പരിശീലനത്തിൽ മുഴുവൻ അധ്യാപകരും പങ്കാളികളായി. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അപ്പർ പ്രൈമറിയിലേക്കുള്ള അധ്യാപകർക്കുള്ള പരിശീലനമാണ് ആരംഭിച്ചത്. ICD പരിശീലനം 3 ഘട്ടങ്ങളിലായി നടക്കും. പൊതുവിദ്യാഭ്യാസം ഹൈടെക് ആകുമ്പോൾ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മെച്ചപ്പെട്ട പഠനബോധന തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കേരളത്തിലെ അധ്യാപകരെ പ്രാപ്തരാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അധ്യാപക പരിശീലനത്തിന് തുടക്കമായത്. UP വിഭാഗം അധ്യാപകർക്കുള്ള 4 ദിവസത്തെ ICD പരിശീലനത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു. BRC തലത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായാണ് പരിപാടി. 2ഉം 3ഉം ഘട്ടങ്ങൾ ഏപ്രിൽ 4 മുതൽ 21 വരെയും 24 മുതൽ 27 വരെയും നടക്കും. പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ വിദ്യാലയങ്ങളായി മാറ്റുകയെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം നിറവേറ്റാനുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന അവധിക്കാല പരിശീലനത്തിൽ 100% പങ്കാളിത്തം ഉറപ്പുവരുത്തും. LP അധ്യാപകർക്കുള്ള പരിശീലനം വിവിധ PRCയിൽ ആരംഭിച്ചു. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച പരിശീലനത്തിൽ മുഴുവൻ അധ്യാപകരും പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തളങ്കര മോർണിംഗ് ഫ്രണ്ട് സംഘടിപ്പിക്കുന്ന സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. തളങ്കരയിൽ നടക്കുന്ന ക്യാമ്പ് കളക്ടർ ജീവൻ ബാബു ഉദ്ഘാടനം ചെയ്തു. കാൽപന്ത് കളിയിൽ കരുത്തുള്ള ഒരുപറ്റം മിടുക്കന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തളങ്കര മോർണിംഗ് ഫ്രണ്ട് സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചത്. പ്രദേശത്തെ നിരവധി കുട്ടികൾ ഇനി മുതൽ തളങ്കരയിലെ കാൽപന്ത് കളിയുടെ വിസ്മയമാകും. കോച്ചിംഗ് ക്യാമ്പ് ജില്ലാ കളക്ടർ ജീവൻ ബാബു ഉദ്ഘാടനം ചെയ്തു. ഫിഫയുടെ വീഡിയോ ഗെയിം മൊബൈലിൽ കളിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറിച്ച് നേരിട്ടുള്ള ഫുട്ബോളുകൾ കാണുകയോ കളിക്കുകയോ ചെയ്യുകയല്ല, മറിച്ച് അതിൻ്റെ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും ഫിഫയുടെ ആണെങ്കിലും അല്ലെങ്കിൽ വിവിധ തരങ്ങളിലുള്ള ഇലക്ട്രോണിക് ഗെയിംസും ഇലക്ട്രോണിക് മീഡിയയും അതിലൂടെ തങ്ങൾക്ക് ഒത്തിരിയേറെ നല്ല ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ അടുത്തടുത്ത വീട്ടുകളിലെ കുട്ടികളെല്ലാം വൈകുന്നേരം ഒന്നിച്ചുകൂടി ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും വോളിബോൾ ആണെങ്കിലും കളിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് എല്ലാവരും അവരവരുടെ വീടിൻ്റെ അകത്തേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോവുകയാണ്. പരിപാടിയിൽ നഗരസഭാ കൗൺസിലർ മുജീബ് തളങ്കര അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ റഹ്മാൻ ബാങ്കോട്, ആസിഫ് മൊഗ്രാൽ, മുജീബ് റഹ്മാൻ, TA ഷാഫി, M ഹാരിസ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഫുട്ബോൾ കോച്ച് റിഫായുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ഓരി ALP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം വിദ്യാലയ വികസന സെമിനാറും നടത്തി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ യജ്ഞത്തിന്റെ ഭാഗമായിരുന്നു സംഗമവും സെമിനാറും. നവകേരള മിഷന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടക്കുന്നത്. 8 പതിറ്റാണ്ട് കാലം അക്ഷരവെളിച്ചം പകർന്ന ഓരി ALP സ്കൂളിന്റെ വികസന കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നതിനു വേണ്ടിയാണ് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വികസന സെമിനാറും സംഘടിപ്പിച്ചത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയം എന്ന് പറയുന്നത് ഒരു നാടിന്റെ പുരോഗതിയുടെ, ജനതയുടെ പുരോഗതിയുടെ അടിക്കല്ലാണ്. ആ വിദ്യാലയം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിലനിന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവി തലമുറയെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ തൊട്ടടുത്ത് LP സ്കൂൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികളെ വേഗം അവിടെ അയച്ച് ഒരു 4ാം ക്ലാസ് അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെ പഠിപ്പിക്കാം. എളുപ്പത്തിൽ നമുക്ക് വിദ്യാഭ്യാസം കിട്ടും. പഠന പഞ്ചായത്ത് അംഗം KV രമേശൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ PV പത്മജ, PC സുബൈദ, UK മുസ്താഖ്, KP റഷീദ്, TKP ഷാഹിദ, നൈന സുരേഷ്, സ്കൂൾ സംരക്ഷണ സമിതി കൺവീനർ CV രാജൻ, മദർ PTA പ്രസിഡന്റ് CV ജിജന എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ PK മുരളീകൃഷ്ണൻ സ്വാഗതവും PTA പ്രസിഡന്റ് K വിനോദ് നന്ദിയും പറഞ്ഞു. മുഴക്കം റെഡ് സ്റ്റാർ ക്ലബ്ബ് വിദ്യാർത്ഥികൾക്കുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ ചട്ടഞ്ചാൽ സ്കൂളിലെ അഭിജിത്ത് 1ാം സ്ഥാനം നേടി. ക്ലബിന്റെ 45ാം വാർഷിക പരിപാടിയുടെ ഭാഗമായിരുന്നു മത്സരം. മുഴക്കം റെഡ് സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബ് 45ാം വാർഷികത്തിന്റെ ഭാഗമായാണ് UP ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. മുഴക്കം ഗവൺമെന്റ് UP സ്കൂളിൽ പ്രധാനാധ്യാപകൻ K രമേശൻ മാസ്റ്റർ മത്സരം ഉദ്ഘാടനം ചെയ്തു. KP രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. TP രാഘവൻ സ്വാഗതം പറഞ്ഞു. മത്സരത്തിൽ 25ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിനോദ് K ആലന്തട്ട, K പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി. ഒരുപക്ഷേ വയലാർ കവിതകളെ കൂടുതൽ പോപ്പുലറാക്കിയത് നമ്മുടെ കാസറ്റ് കവിതകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. പ്രസവനാരുടെ നാരായണപാന്തൻ എന്ന കവിത കാസറ്റായിട്ട് വരുന്നതിന് ശേഷമാണ്. പ്രസവനാർ കുറേ
വയലാർ കവിതകൾ ചൊല്ലി കേസറ്റാക്കിയിട്ട് ഇറക്കി. അതിനുശേഷം അദ്ദേഹം ആശാനെയും ചങ്ങമ്പുഴയുടെ ഒക്കെ കവിതകൾ ഇതുപോലെ കേസറ്റിലൂടെ ജനഹൃദയങ്ങളിൽ എത്തിച്ച ശേഷമാണ് നാറാം തുപാന്തരും അഗസ്തഹൃദയവും ഭാരതിയും ഒക്കെ അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ കേസറ്റ് ഇറങ്ങിയത്. അതെല്ലാം പിന്നീട് ഇപ്പോൾ CD ആയിട്ട് കിട്ടാറുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിജിത്ത്, പേരളശ്ശേരി സ്കൂളിലെ നിവേദ, കയ്യൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ PP അനുരാജ് എന്നിവർ ആദ്യ 3 സ്ഥാനങ്ങൾ നേടി. UP വിഭാഗത്തിൽ ആലന്തട്ട AUP സ്കൂളിലെ അഭിജ അർജുൻ, സായൂജ്, കുട്ടമ്പത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജിജിൻ എന്നിവർക്കായിരുന്നു ആദ്യ 3 സ്ഥാനങ്ങൾ. രാവണീശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ സമർപ്പിച്ചു. 96-97 ബാച്ചിലെ SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഗാന്ധി പ്രതിമ സ്കൂളിന് സമർപ്പിച്ചത്. രാവണീശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധി കഴിഞ്ഞെത്തുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് മഹാത്മജിയുടെ അർദ്ധകായ പ്രതിമയും ഗാന്ധി സൂക്തങ്ങളും. സ്കൂളിലെ 96-97 SLC ബാച്ചിൽപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് ഗാന്ധി പ്രതിമ ഒരുക്കിയത്. സ്നേഹത്തണൽ 2017 എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലാണ് ഗാന്ധി പ്രതിമ ഒരുക്കിയത്. ശില്പി സുരേന്ദ്രൻ കൂക്കാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഗാന്ധി ശില്പം K. കുഞ്ഞിരാമൻ MLA അനാച്ഛാദനം ചെയ്തു. മനുഷ്യന്റെ മനസ്സിൽ നിന്നും തറച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി എന്ന് നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് എല്ലാവരും വായിക്കുന്നവരാണ്. എന്നാൽ വായനയില്ലാത്ത കാലത്ത് പോലും മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രതിമ ഉണ്ടാക്കി ആ പ്രതിമ അനാച്ഛാദനം ചെയ്ത് നമ്മുടെ ഈ സ്കൂളിൻ്റെ അങ്കണത്തിൽ എല്ലാ കാലത്തും അല്ലെങ്കിൽ വരും തലമുറക്ക് പഠിതാക്കളായി വരുന്ന കുട്ടികൾക്ക് ഒരു മാതൃകാ പുരുഷന്റെ പ്രതിമ കണ്ട് സന്തോഷിക്കാൻ വകയിരുത്തുന്ന പ്രധാനപ്പെട്ട ഒരു നടപടി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രകാശൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷനായി. ചടങ്ങിൽ ശില്പം രൂപകൽപ്പന ചെയ്ത ശില്പി സുരേന്ദ്രൻ കുക്കാനത്തിനെ അനുമോദിച്ചു. ദിവാകരൻ വിഷ്ണുമംഗലം മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് P. ദാമോദരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരുണാകരൻ കുന്നത്ത്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ബാലൻ, വിജയൻ P. വാണിയമ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. വിഷുക്കൈതീട്ടമായി മാതൃവിദ്യാലയത്തിന് പൂന്തോട്ടവും നിർമ്മിച്ചു നൽകിയാണ് അവർ മടങ്ങിയത്. മൂകാരി മൂവാരി സമുദായ സംഘം സംസ്ഥാന വാർഷിക ജനറൽ ബോഡി യോഗവും ആചാര്യ സംഗമവും നടന്നു. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. മൂഖാരി മൂവാരി സമുദായ സംഘം സംസ്ഥാന വാർഷിക ജനറൽ ബോഡി യോഗവും ആചാര്യ സംഗമവും കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് വെച്ചാണ് നടന്നത്. P. കരുണാകരൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. SC/ST കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. ഭരണഘടനാപരമായിട്ടുള്ള ചില അധികാരം തന്നെ അവർക്കുണ്ട്. പക്ഷെ OBC കമ്മീഷൻ അതുണ്ടായിരുന്നില്ല. അത് സംബന്ധിച്ച് OBCയുടെ പ്രത്യേക കമ്മിറ്റി വന്നു. ആ കമ്മിറ്റിയുടെയും പാർലമെന്റ് അകത്തും പുറത്തും നടന്ന ഒട്ടേറെ ചർച്ചയുടെയും ഭാഗമായിട്ട് OBC കമ്മീഷന് പ്രത്യേകമായ ഭരണഘടനാപരമായ പദവി എന്ന് പറഞ്ഞാൽ SC/STക്ക് കൊടുത്തതുപോലുള്ള പ്രത്യേക പദവി നൽകണമെന്നുള്ള ഭേദഗതി ഇപ്പോൾ പാർലമെന്റിൽ വന്നിരിക്കുകയാണ്. ലോകസഭ അത് അംഗീകരിച്ചു. രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളം അത് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. കാരണം ഇതിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോഴും OBC വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കാനുള്ള അവകാശം സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. മുഖാരി മൂവാരി സമുദായ സംഘം സംസ്ഥാന പ്രസിഡന്റ് കൺമണി രാധാകൃഷ്ണൻ അധ്യക്ഷയായി. കൊയ്യം ജനാർദ്ദൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ക്ഷേത്രേശ്വരന്മാരെയും ആചാരക്കാരെയും ആദരിച്ചു. പയ്യാവൂർ മാധവൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. വസന്തകുമാർ, മാധവൻ മാസ്റ്റർ, പത്മനാഭൻ, അഡ്വക്കേറ്റ് CV ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് നേടിയവരെ ചടങ്ങിൽ KV രവീന്ദ്രൻ ആദരിച്ചു. ജില്ലയിൽ അധ്യാപകർക്കുള്ള ICD ട്രെയിനിങ്ങിന് തുടക്കമായി. ഹൈടെക് വിദ്യാഭ്യാസത്തിന് അധ്യാപകരെ സജ്ജരാക്കാനാണ് പരിശീലനം ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ സമ്പ്രദായവും ഹൈടെക് ആവുന്നതിന്റെ ഭാഗമായാണ് ITC പരിശീലനം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് തല പരിശീലനം ഹൊസ്തൂർ സ്കൂളിൽ നടന്നു. ജില്ലയിൽ 5 കേന്ദ്രങ്ങളിലായി നടക്കുന്ന പരിശീലനത്തിൽ 117 UP സ്കൂൾ അധ്യാപകർ പങ്കെടുക്കും. പരിശീലനം 21 വരെ നീണ്ടുനിൽക്കും. 3ാമത് ബാച്ചിലുള്ള പരിശീലനം 24 മുതൽ 27 വരെ തീയതികൾ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പരിശീലന പരിപാടിയിൽ കോഴിക്കോട് ITH സ്കൂളിലെ കോർഡിനേറ്റർ VK ബാബു പങ്കെടുത്തു. ഡയറക്ടർ പ്രിൻസിപ്പാൾ AV കൃഷ്ണകുമാർ, ഹൊസ്തൂർ GO പുഷ്പ, ജില്ലാ കോർഡിനേറ്റർ MV രാജേഷ്, BPO മധുസൂദനൻ തുടങ്ങിയവർ നേതൃത്വമേകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന വർഗീയ സംഘർഷങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച അറിയിപ്പ് ഇതുവരെയും ലഭ്യമായിട്ടില്ലെന്ന് ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും KCN ന്യൂസിനോട്.
സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കാവലാളാകാം എന്ന സന്ദേശമുയർത്തി കാസർഗോഡ് പുമരച്ചുവട്ടിൽ വനിതാ കൂട്ടായ്മ. കേരള മഹിളാ സംഘം സംഘടിപ്പിച്ച വനിതാ കൂട്ടായ്മയിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം. കരാർ മേഖലയിലെ പ്രതിസന്ധികൾ ഉന്നയിച്ച് PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. കേരള കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിൽ പ്രതിഷേധം ശക്തം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നീലേശ്വരത്ത് തർബിയത്തുൽ ഇസ്ലാം സഭ പ്രതിഷേധ ധർണ നടത്തി. പള്ളിയോടനുബന്ധിച്ചുള്ള കെട്ടിടവും ഖബർസ്ഥാനവും നഷ്ടപ്പെടാത്ത വിധം ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. കാഞ്ഞങ്ങാടിനെ ആവേശഭരിതമാക്കിയ K7 ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി. അത്യന്തം ആവേശം മലയടിച്ച സമാപന മത്സരത്തിൽ മെട്ടമ്മൽ പ്രദേശ് ജേതാക്കളായി. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.